തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ നാളെ ഹൈക്കോടതിയെ സമീപിക്കും. മുഖ്യമന്ത്രിയുമായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. എജിയുമായി ചർച്ച ചെയ്ത് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ആശങ്കയുള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പോയതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അതിന്റെ പുലിമക്ക് ദോഷം തരുന്ന ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായ നടപടികൾ കോടതിയെ മുഖാന്തരം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എല്ലാം നാളെ തന്നെ കോടതിയെ സമീപിക്കാൻ അഡ്വക്കേറ്റ് ജനറലുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരുന്നുണ്ട്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ദീപക്, മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉൾക്കൊണ്ടത്? ഈ പൂരം പ്രതിസന്ധിയിൽ ഇനിയുള്ള തുടർ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും? കീർത്തന, സർക്കാർ ഈ കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി മുൻപിൽ കാണുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് ഹൈക്കോടതിയിൽ ഹർജി വരുന്നു. ആ ഹർജിയിൽ സർക്കാരിന് വിശദീകരണം ചോദിക്കുന്നു. അങ്ങനെ വനം വകുപ്പിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു സർക്കുലറായി ഒരു സത്യവാങ്മൂലം നൽകുന്നു. ആ സത്യവാങ്മൂലം സർക്കാരിനെ അല്ലെങ്കിൽ പൂരം നടത്തിപ്പിനെ ഒരു തിരിച്ചടിയാകും എന്നുള്ളത് സർക്കാരിന് ഒരു വിവരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വനം മന്ത്രിയും എ കെ ശശീന്ദ്രനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. പിണറായിയിലെ വസതിയിലായിരുന്നു ആ കൂടിക്കാഴ്ച. അതായത് പ്രശ്നം കൂടുതൽ ഗൗരവത്തിൽ സർക്കാർ എടുക്കുന്നു, മാത്രവുമല്ല ഒരു വലിയ പ്രതിസന്ധി മുൻപിൽ കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വനം മന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നിയമ നടപടികളിലേക്ക് കടന്ന്, അതായത് ഹൈക്കോടതിയിൽ നിന്നും നിലവിലുള്ള സത്യവാങ്മൂലത്തിലെ നിബന്ധനകൾ മാറ്റിക്കൊണ്ട് നേരത്തെ എങ്ങനെയാണോ പൂരം നടക്കുന്നത് അതുപോലെയുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് AGയുമായും DGPയുമായും ചർച്ച നടന്നു എന്നുള്ള വിവരവുമുണ്ട്. ഏതായാലും തൃശ്ശൂർ പൂരത്തിൽ ആനകളെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായ നിയന്ത്രണത്തിൻ്റെ രീതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സ്ഥിതിയിലാണെങ്കിൽ പൂരം സാധാരണഗതിയിൽ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാളെ തന്നെ ഹൈക്കോടതിയിലേക്ക് സർക്കാർ വീണ്ടും പോകുന്നത്. അതായത് നേരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അതായത് വനം വകുപ്പ് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഇത് വലിയ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പൂരം നടത്തിപ്പിന് പോകാതിരിക്കാൻ വേണ്ടി അത്തരമൊരു സാധ്യത കണക്കിലാക്കിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയും വനം മന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളത് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കീർത്തന കേശവൻ. ശരി, പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സർക്കാർ നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ദീപക് ധർമ്മടം നൽകിയത്.